Good morning, all of you. Today we are going to discuss divergence theorem. Okay, so another vector form of Green's theorem. Let f of xy equal to p of xyi plus q of xyj be a two-dimensional vector field, and let t is equal to dx by dsi plus dy by dsj be a unit tangent to a simple closed plane curve C. So another vector form of Green's theorem we will discuss. We have a function f of xy which is equal to p of xyi plus q of xyj. That is a two-dimensional vector field. And t is dx by dsi plus dy by dsj. That is a unit tangent vector to a simple closed plane curve C. We have a simple closed plane curve C unit tangent vector T. So in one of section 9.14 we saw that line integral over C f dot T ds can be evaluated by a double integral involving curl f. We have line integral over C f dot T ds ചെയ്ത സമയത്ത് നമ്മൾ അതിനെ ഒരു ഡബിൾ ഇന്റഗ്രൽ ഇൻവോൾവിംഗ് കേൾ എഫ് യൂസ് ചെയ്തിട്ടാണ് ഇവാലുവേറ്റ് ചെയ്തത്. Similarly, if n എന്ന് പറയുന്ന വെക്റ്റർ n is equal to dy by dsi minus dx by dsj is a unit normal to C. n എന്ന് പറയുന്നത് dy by dsi minus dx by dsj ആണ്. അതൊരു യൂണിറ്റ് നോർമൽ വെക്റ്റർ ആണ് നമ്മുടെ C എന്ന് പറയുന്ന പ്ലെയിൻ കർവിലോട്ടുള്ളത്. Then a line integral over C f dot n ds can be expressed in terms of a double integral of divergence f. അപ്പോൾ നമുക്ക് ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്ന ഇൻ്റഗ്രലിനെ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇൻവോൾവിംഗ് ഡൈവേർജൻസ് എഫ് ഉള്ള ടേമിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫ്രം ഗ്രീൻസ് തിയറം Green's theorem നമുക്ക് എന്തറിയാം, line integral over C f dot n ds is equal to line integral over C p dy minus q dx. So line integral over C f dot n ds is equal to line integral over C p dy minus q dx ആണെന്ന് നമുക്ക് ഗ്രീൻസ് തിയറത്തിൽ നിന്ന് ഓൾറെഡി അറിയാം. പിന്നെ that is equal to എന്താണ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ എക്സ് മൈനസ് ഡോ ക്യൂ ബൈ ഡോ വൈ ഡി എ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതൊക്കെ നമ്മൾ ഓൾറെഡി 9.14 കണ്ടതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ ഡി എ. That is line integral over C f dot n ds is equal to double integral over R divergence f d ആണ്. ഈ ടേം ആണ് നമ്മുടെ ഡൈവേർജൻസ് എഫ് എന്ന് പറയുന്നത്. ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ, ഈ ഒരു ടേം ആണ് നമ്മുടെ ഡൈവേർജൻസ് എഫ് വരുന്നത്. സോ ലൈൻ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡൈവേർജൻസ് എഫ് ഡി എ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. The result in 1 is a special case of divergence or Gauss theorem, and the following So അതിനെ നമ്മൾ ഡൈവേർജൻസ് തിയറം ആയി സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, ലെറ്റ് ഡി ബി എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഇൻ 3 സ്പേസ് വിത്ത് എ പീസ് വൈസ് സ്മൂത്ത് ബൗണ്ടറി എസ് ദാറ്റ് ഈസ് ഓറിയന്റഡ് ഔട്ട്വേർഡ്. അപ്പോൾ ഡി ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആണ്. നമ്മുടെ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആണ് ഡി, വിത്ത് എ പീസ് വൈസ് സ്മൂത്ത് ബൗണ്ടറി എസ് ദാറ്റ് ഈസ് ഓറിയന്റഡ് ഔട്ട്വേർഡ്. ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഇൻ ആർ 3 ഡയമെൻഷണൽ സ്പേസ് ആണ്. അതിനെന്തുണ്ട്, ഒരു പീസ് വൈസ് സ്മൂത്ത് ബൗണ്ടറി എസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓറിയന്റഡ് ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് ഓറിയന്റേഷൻ വരുന്നത്. ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ ബി എ വെക്റ്റർ ഫീൽഡ് ഫോർ വിച്ച് പി ക്യൂ ആൻഡ് ആർ കണ്ടിന്യൂസ് ആൻഡ് ഹാവ് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ എ റീജിയൻ ഓഫ് 3 സ്പേസ് കണ്ടെയ്നിങ് ഡി.
അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ ആണ്. 3 കമ്പണൻസ് ഉണ്ട്. അതൊരു വെക്റ്റർ ഫീൽഡ് ആണ് ഫോർ വിച്ച് പിയും ക്യൂവും ആറും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. മാത്രമല്ല അവർക്ക് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ഉണ്ട്. ഇൻ എ റീജിയൻ ഓഫ് 3 ഡയമെൻഷണൽ സ്പേസ് കണ്ടെയ്നിങ് ഡി. ഈ ഡീനെ കണ്ടെയ്ൻ ചെയ്യുന്നൊരു 3D സ്പേസിൽ അതിന് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ then double integral over s f dot n ds is equal to triple integral over d divergence f dv. അപ്പോൾ ഡൈവേർജൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഡി ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ആണ് ഇൻ എ 3 ഡയമെൻഷണൽ സ്പേസ് വിത്ത് എ പീസ് വൈസ് സ്മൂത്ത് ബൗണ്ടറി എസ് ദാറ്റ് ഈസ് ഓറിയന്റഡ് ഔട്ട്വേർഡ്. അപ്പോൾ ഔട്ട്വേർഡ് ഓറിയന്റേഷൻ ഉള്ള ഒരു സ്പേസ് ആണ് ഡി വരുന്നത്. അങ്ങനെയാണ്. പിന്നെ അതിലുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ ഒരു വെക്റ്റർ ഫീൽഡ് ആണ്. വേർ പിയും ക്യൂവും ആറും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. മാത്രമല്ല അവർക്ക് കണ്ടിന്യൂസ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി ഡൈവേർജൻസ് എഫ് ഡി വി. ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും പഠിക്കുക. ഇത് യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഇതിന്റെ പ്രൂഫ് നമ്മുടെ സിലബസിൽ നിന്ന് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പ്രൂഫ് നോക്കേണ്ട ആവശ്യമില്ല. സോ ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് ഡി ബി എ റീജിയൻ ബൗണ്ടഡ് ബൈ ദി ഹെമിസ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9. അപ്പോൾ നമ്മുടെ ഹെമിസ്ഫിയറിന്റെ ഇക്വേഷൻ ആണ് ഇത്. 1 ലെസ് ദാൻ ഈക്വൽ ടു z ലെസ് ദാൻ ഈക്വൽ ടു 4 ആണ്. ആൻഡ് ദി പ്ലെയിൻ z ഈക്വൽ ടു 1. അപ്പോൾ z ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിനും ഈ ഹെമിസ്ഫിയറും കൂടെ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആണ് ഡി വരുന്നത്. വെരിഫൈ ദി ഡൈവേർജൻസ് തിയറം ഇഫ് എഫ് ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് z മൈനസ് 1 കെ. സോ ഫംഗ്ഷൻ എഫ് തന്നിട്ടുണ്ട്. നമുക്ക് ഡൈവേർജൻസ് തിയറം വെരിഫൈ ചെയ്യാനാണ്. സോ ദ ക്ലോസ്ഡ് റീജിയൻ ഈസ് ഷോൺ ഇൻ ദിസ് ഫിഗർ. ഹെമിസ്ഫിയർ തന്നിട്ടുണ്ട്. So triple integral, since f is equal to xi plus yj plus z minus 1 came, we see that divergence of f എന്ന് പറയുന്നത് 3 ആണ്. Hence divergence of f എന്ന് പറഞ്ഞാൽ എന്താ? dp by dx plus dq by dy plus third component by dz ആണ്. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് 1 plus 1 plus 1 കിട്ടും. സോ ഡൈവേർജൻസ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 3 ആണ്. ഹെൻസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി ഡൈവേർജൻസ് എഫ് ഡി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി 3 ഡി വി ആണ്. അതായത് നമുക്ക് ഈ ഡൈവേർജൻസ് തിയറത്തിന്റെ ആർ എച്ച് എസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി ഡൈവേർജൻസ് എഫ് ആണ്. സോ ആദ്യം അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി ഡി വി എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 54 പൈ എന്ന് വരും. കാരണം വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ്. ഇവിടെ റേഡിയസ് 1 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 54 പൈ. ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ ഡി ഡി വി എന്ന് പറയുമ്പോൾ ഇവിടെ വോളിയം ബൗണ്ടഡ് ബൈ ദി ഹെമിസ്ഫിയർ അല്ലേ. അപ്പം അത് 54 പൈ ആണ് നമുക്ക് കിട്ടും. In the last calculation, we used the fact that triple integral over dv gives the volume of the hemisphere. So, volume of the hemisphere the formula is 2/3 pi r cube ആണ്. 2/3 pi r cube. 4/3 pi r cube sphere ന്റെ ആണ്. അപ്പോൾ ഹെമിസ്ഫിയർ ആകുമ്പോൾ അതിന്റെ ഹാഫ് ആയിരിക്കും. അതുകൊണ്ടാണ് 2/3 pi r cube എടുത്തത്. ഇവിടെ റേഡിയസ് 3 ആണ് വരുന്നത്. കാരണം ദാറ്റ് ഇസ് ഈക്വൽ ടു അവിടെ സ്ഫിയറിന്റെ റേഡിയസ് 3. ഓൾറെഡി z ഈക്വൽ ടു 1 ഇവിടെ വരുന്നുണ്ട്. പിന്നെ 1 ലെസ് ദാൻ ഈക്വൽ ടു z ലെസ് ദാൻ ഈക്വൽ ടു 4 ആണ്. സോ the sphere is having radius 3. അതുകൊണ്ട് ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ 54 പൈ എന്ന് കിട്ടും. ഇനി ഡബിൾ ഇൻറ്റഗ്രലിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ
So LHS evaluate ചെയ്യുമ്പോൾ we write double integral over S-നെ നമ്മൾ double integral over S1 plus double integral over S2 എഴുതുകയാണ്. where S1 is the hemisphere and S2 is the plane, Z is equal to 1. അപ്പോൾ S1 നമ്മൾ ഹെമിസ്ഫിയർ എന്ന് പറയുന്ന സർഫസും S2 എന്ന് പറയുന്ന നമ്മുടെ പ്ലെയിൻ Z ഈക്വൽ ടു 1 ആണ് എടുക്കുന്നത്. സോ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ആക്കി. ഇനി if S1 is a level surface of G of XYZ is equal to x square plus y square plus z minus 1 whole square. S1 നമ്മുടെ ഹെമിസ്ഫിയർ ആണ്. then a unit outer normal is n എന്ന് പറയുന്നത് എന്താണ്? del g by norm of del g ആണ്. നമുക്കറിയാം outer normal ന്റെ ഫോർമുല n is equal to del g by norm del g ആണ്. സോ g of xyz ഈ ഫംഗ്ഷൻ ആണെങ്കിൽ del g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് അതിന്റെ ഡെറിവേറ്റീവ് ഓരോ കമ്പണന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ z ചെയ്യാണ്. സോ xi പ്ലസ് yj പ്ലസ് zk നോം ഓഫ് del g എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z മൈനസ് 1 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് x/3 i പ്ലസ് y/3 j പ്ലസ് z മൈനസ് 1/3 k കിട്ടും. നൗ എഫ് ഡോട്ട് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും n ഇതാണ്. എഫ് എന്താണ്? xi പ്ലസ് yj പ്ലസ് z മൈനസ് 1 ഹോൾ k ആണ്. z മൈനസ് 1 ഇൻറ്റു k ആണ്. സോ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് വിത്ത് n ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. x²/3 പ്ലസ് y²/3 പ്ലസ് z മൈനസ് 1 ഹോൾ സ്ക്വയർ/3 എന്ന് വരും. അതിൽ 1/3 കോമൺ പുറത്തെടുത്തു. ആൻഡ് ദിസ് ഇസ് 9. x² പ്ലസ് y² പ്ലസ് z മൈനസ് 1 ഹോൾ സ്ക്വയർ 9 ആണ് ക്വസ്റ്റ്യനിലുണ്ട് ഹെമിസ്ഫിയറിന്റെ ഇക്വേഷനിൽ നിന്ന്. സോ ഇത് നമുക്ക് 3 ആണെന്ന് കിട്ടും. ആൻഡ് സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ S1 f ഡോട്ട് n ds എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ R f dot n is 3 and ds ന് പകരം നമുക്ക് 3 by root of 9 minus x square minus y square into dA എന്നുള്ള എക്സ്പ്രഷൻ വരും. സോ അതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു integral 0 to 2 pi integral 0 to 3 9 minus r square whole raised to 1/2 വരും. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എന്ത് വരും? 54 pi എന്ന് വരും. പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. സോ നമുക്ക് LHS ഈക്വൽ ടു RHS ആണെന്ന് കിട്ടി. ഇനി ഓൺ എസ് ഒരു മിനിറ്റ്, അതിന് മുന്നേ നമുക്ക് ഓൺ S2 0 ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. എന്നാലല്ലേ ഡബിൾ ഇന്റഗ്രൽ ഓവർ S1 പ്ലസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ S2 ആണല്ലോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതല്ലേ. സോ ഓൺ S2 വി ടേക്ക് n is equal to മൈനസ് k ആണ്. ഔട്ടർ നോർമൽ വരുന്നത് n is equal to മൈനസ് k ആണ്. സോ ദാറ്റ് എഫ് ഡോട്ട്, കാരണം z is equal to 1 എന്ന് പറയുന്നതാണ് നമ്മുടെ S2 എന്ന് പറയുന്നത്. സോ അവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k കമ്പണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, x കമ്പണന്റ് y കമ്പണന്റ് ഉണ്ടാവില്ല, z ആക്സിസിലല്ലേ. അപ്പോൾ n ഈക്വൽ ടു മൈനസ് k, ഔട്ടർ നോർമൽ ആയതുകൊണ്ടാണ് മൈനസ് k എടുത്തത്. സോ ദാറ്റ് എഫ് ഡോട്ട് n എന്ന് പറയുമ്പോൾ മൈനസ് z പ്ലസ് 1 വരും. ബട്ട് സിൻസ് z ഈക്വൽ ടു 1 ആണ് നമ്മുടെ S2 എന്ന് പറയുന്ന പ്ലെയിൻ, ദർഫോർ ഡബിൾ ഇന്റഗ്രൽ ഓവർ S2 മൈനസ് z പ്ലസ് 1 ds എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? z ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് 0 ആയി പോകും. അപ്പോൾ ആ ഇന്റഗ്രലിന്റെ വാല്യൂ 0 കിട്ടും. സോ നമുക്ക് ഡബിൾ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 54 pi പ്ലസ് 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 54 pi ആണ്. സോ നമുക്ക് LHS ഈക്വൽ ടു RHS ആണെന്ന് വെരിഫൈ ചെയ്യാം. സെയിം ഒരു പ്രോബ്ലം കൂടെ എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ds ആണ്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ അതിന് നമ്മൾ യൂസിങ് ഡൈവേർജൻസ് തിയറം ട്രിപ്പിൾ ഇന്റഗ്രലിന്റെ ഫോമിൽ മാറ്റിയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ f is equal to xy I plus y square zj plus z cube k. Evaluate double integral over s f dot n ds where s is the unit cube defined by 0 less than or equal to x less than or equal to 1, 0 less than or equal to y less than or equal to 1 and 0 less than or equal to z less than or equal to 1. So x ന്റെയും y ന്റെയും z ന്റെയും റേഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രിപ്പിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്റഗ്രൽ 0 to 1 തന്നെയാണ്. ഫംഗ്ഷൻ എടുത്തുന്നു, ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക് ഉള്ളത് നമുക്ക് ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡൈവേർജൻസ് ആണ്. സോ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡൈവേർജൻസ്.
In section 9.14 we saw that we could express the normal component of the curl of a vector field f at a point as a limit involving the circulation of f. നമ്മൾ ഇതിന്റെ മുന്നത്തെ സെക്ഷനിൽ കണ്ടിട്ടുണ്ട് ഈ നോർമൽ കമ്പണന്റ് ഓഫ് ദി കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ് എഫിനെ നമുക്കൊരു ലിമിറ്റ് യൂസ് ചെയ്തിട്ട് limit involving circulation of f use ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. സോ ഇൻ വ്യൂ ഓഫ് 2 ഇറ്റ് ഈസ് പോസിബിൾ ടു ഇന്റർപ്രറ്റ് ദി ഡൈവേർജൻസ് ഓഫ് എഫ് അറ്റ് എ പോയിന്റ്. അപ്പം നമുക്ക് ഇതുപോലെ ഡൈവേർജൻസ് ഓഫ് എഫ് അറ്റ് എ പോയിന്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലിമിറ്റ് ഇൻവോൾവിംഗ് ദി ഫ്ലക്സ് ഓഫ് എഫ് ആയിട്ടും കാണാൻ പറ്റും. Recall from section 9.7 that the flux of the velocity field f of a fluid is the rate of fluid flow. But flux of a velocity field f of a fluid എന്ന് പറഞ്ഞാൽ എന്താണ്, that is the rate of fluid flow. ഈ fluid flow ന്റെ റേറ്റിനെയാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. That is the volume of fluid flowing through a surface per unit time. Per unit ടൈമിൽ എത്ര വോളിയം ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട് ത്രൂ എ സർഫസ് എന്നുള്ളതാണ് റേറ്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഫ്ലക്സ് ഓഫ് ദി വെലോസിറ്റി ഫീൽഡ് എഫ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ സെക്ഷൻ 9.7 we saw that the divergence of f is the flux per unit volume. അപ്പോൾ ഡൈവേർജൻസ് ഓഫ് എഫ് എന്താണ്, ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം ആണ്. To reinforce this last idea, let us suppose P0, X0, Y0, Z0 is any point in the fluid. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡിലുള്ള ഒരു ആർബിട്രറി പോയിന്റ് ആണ് P0 of X0, Y0, Z0. And SR is the small sphere. SR ഒരു small sphere of radius R ആണ്, centered at P0. ഈ P0 സെൻറ്റർ ആയി വരുന്ന ഒരു small sphere of radius R ആണ് SR വരുന്നത്. If DR is the sphere SR and its interior. DR എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഫിയറിന്റെ ഇന്റീരിയറും വരും ഔട്ടർ സർഫസും വരും. അപ്പോൾ നമ്മുടെ സ്ഫിയർ SR ടുഗദർ വിത്ത് ഇറ്റ്സ് ഇന്റീരിയർ ആണ് DR എന്ന് പറയുന്ന ഭാഗം. Then the divergence theorem gives double integral over SR f dot n ds is equal to double integral over dr divergence f dv. അപ്പോൾ ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ SR എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ DR ഡൈവേർജൻസ് എഫ് ഡി വി ആണെന്ന് പറയാൻ പറ്റും. If we take the approximation, divergence f of p is approximately divergence f of p naught at all points p of x y z within the small sphere, then ഇവിടെ ഒരു മിസ്റ്റേക്ക് ഇല്ല, ഇവിടെ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ DR ഡൈവേർജൻസ് എഫ് അല്ലേ വരേണ്ടത്. ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ സോ അത് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ആവും, മിസ്റ്റേക്ക് വന്നതാണ് ടെക്സ്റ്റിൽ. അപ്പോൾ നമ്മൾ അപ്രോക്സിമേഷൻ ചെയ്യാണ്, അതായത് ഡൈവേർജൻസ് ഓഫ് എഫ് അറ്റ് പി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഡൈവേർജൻസ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ആണ് ഫോർ ഓൾ പോയിന്റ്സ് പി ഓഫ് എക്സ് വൈ സെഡ് വിത്തിൻ ദി സ്മോൾ സ്പിയർ ആണെങ്കിൽ ദെൻ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ SR എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും, ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ DR ഡൈവേർജൻസ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഡി വി ആയിരിക്കും. അപ്പോൾ ഡൈവേർജൻസ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തെടുത്തു. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻറ്റു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ DR ഡി വി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻറ്റു VR ആണ്. VR എന്ന് പറയുമ്പോൾ വോളിയം ആയിരിക്കും, കാരണം ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ DR ഡി വി എന്ന് പറയുമ്പോൾ അത് വോളിയം ആണ് ഡിനോട്ട് ചെയ്യുന്നത്. VR ഇസ് ദി വോളിയം 4/3 πr3. ആരുടെ വോളിയം ആണ്, DR. DR എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദി സ്പെറിക്കൽ റീജിയൻ DR ആണ്, അതിന്റെ വോളിയം ആണ് VR. So by letting R tends to 0, we see from equation 12 that divergence of f is the limiting value of the ratio of the flux. അപ്പോൾ ഇവിടുന്ന് നമുക്ക് divergence of f at p naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, that is the limiting value of the ratio of the flux of f to the volume of the spherical region. ഇവിടെ divergence of f at p naught is equal to നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് R tends to 0 1/VR into double integral over SR f dot n ds എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദി റേഷ്യോ ഓഫ് ദി ഫ്ലക്സ് ഓഫ് എഫ്. ഇവിടെ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ SR എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഓഫ് എഫ് ആണ്, ആൻഡ് VR ഈസ് ദി വോളിയം ഓഫ് ദി സ്പെറിക്കൽ റീജിയൻ. ഹെൻസ് ഡൈവേർജൻസ് ഓഫ് എഫ് ഈസ് ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം. അതുകൊണ്ട് നമുക്ക് ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ യൂണിറ്റ് വോളിയം ആണെന്ന് ഫിസിക്കലി ഇന്റർപ്രറ്റ് ചെയ്യാം.
The divergence theorem is extremely useful in the derivation of some of the famous equations in electricity and magnetism and hydrodynamics. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് divergence theorem extremely useful ആണ്. In the discussion that follows, we shall consider an example from the study of fluids. അപ്പോൾ ഈ continuity equation നമുക്ക് സിലബസിൽ ഇല്ല, ഇത്രയും മാത്രമാണ് ഈ പോർഷനിൽ നമുക്ക് സിലബസിലുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.